നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങളും സൗജന്യമായി കൊടുപ്പിൻ. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മീൻകാരനുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം വളരെ ദരിദ്ര കുടുംബത്തിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്. ഒരു മോള് 10th പഠിക്കുകയാണ്. അപ്പോൾ 10th എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വരുന്ന ദിവസമായി. അപ്പോൾ ആളിന്ന് വളരെ ടെൻഷനോടെ ആയിരുന്നു മീൻ വിൽപ്പന നടത്തുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10th റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അന്ന്. തൻ്റെ മോൾക്ക് മാർക്ക് ഉണ്ടാവോ, ജയിക്കോ, എത്ര ഉണ്ടായിരിക്കും, എത്ര A+ കിട്ടുമായിരിക്കും, ഇതൊക്കെ ടെൻഷനുമായിട്ട് അദ്ദേഹം ഇങ്ങനെ മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ചധികം നേരം കടന്നുപോയി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മോൾ വിളിക്കുകയാണ്: പപ്പ, എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ A+ ഉണ്ടെന്ന് അവൾ വളരെ സങ്കടത്തോടെ അതുപോലെ സന്തോഷത്തോടെ കൊണ്ട് ഇങ്ങനെ പറയാണ്. അതായത് സന്തോഷം കലർന്ന ആ ഒരു സങ്കട അവസ്ഥയിലൂടെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കേട്ട അച്ഛന് വളരെയധികം സന്തോഷമായി. അപ്പോൾ അച്ഛൻ പറയാണ്: മോളെ, എന്ത് വേണം നിനക്ക്, ഞാൻ വരുമ്പോൾ എന്ത് വാങ്ങിക്കൊണ്ട് വരണം? മോള് പറഞ്ഞു: ഒന്നും വേണ്ട പപ്പ, ഒന്ന് വേഗം വന്നാൽ മതി, നമുക്ക് എനിക്ക് പപ്പയെ കാണാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുക. ഇത് കേട്ട് ആ പപ്പയ്ക്ക് വളരെയധികം സന്തോഷമായി കേട്ടോ. എന്നിട്ട് അയാൾ ഇതിങ്ങനെ വിചാരിക്കുകയാണ്: എന്തായാലും മോൾക്ക് 10 A+ കിട്ടി, മറ്റുള്ളവർക്ക് വലുതായിട്ടൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തിന് തല്ലയിടുവോ മിഠായിയോ ഒക്കെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്: എൻ്റെ കയ്യിലിപ്പോൾ വിലപിടിപ്പുള്ള മീനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് വരുന്നത് ആരാണോ അയാൾ എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ മീൻ ഞാൻ ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം. എന്തായാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെയെങ്കിലും ചെയ്യാം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അടുത്ത് ഒരാൾ വന്നു. അപ്പോൾ മീനിന് എത്ര വില എന്നൊക്കെ ചോദിച്ചപ്പം അയാൾ പറഞ്ഞു: ഇന്ന് ഇതിന് റേറ്റ് തരണ്ട, കാരണം എൻ്റെ മോൾക്ക് ഇന്ന് ഫുൾ A+ കിട്ടി, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് തരുവാണേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് നോക്കി, സൂക്ഷിച്ച് നോക്കി. കാരണം ഇത്രയും വില പിടിപ്പുള്ള ഒരു മീൻ ഫ്രീ ആയിട്ടൊരു ഈ ഒരു കാരണത്തിലൊക്കെ ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അതിലെന്തോ പ്രശ്നമില്ലേ? വാങ്ങാൻ വന്ന ആൾ ഇങ്ങനെയാണ് ചിന്തിച്ചത് കേട്ടോ. അയാൾ പറഞ്ഞു: വേണ്ട, സാരില്ല, ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ അയാളങ്ങ് കടന്നുപോയി. ഇയാൾക്ക് ആകെ ഡൗട്ടായി: എന്ത് പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് എന്താ വാങ്ങാത്തേ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സ്ത്രീ അവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു: ഈ മീനിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു. പറഞ്ഞു: ഞാൻ ഈ മീൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അവർക്കതെന്തോ നെഗറ്റീവായിട്ട് തോന്നി കേട്ടോ. അവർ പറഞ്ഞു: അയ്യോ, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കാശ് പറയൂ, ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു. പറഞ്ഞു: സാരമില്ല, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഫ്രീ ആയിട്ട് തരാം. അവർക്കും അതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അവർക്കും തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് തരില്ലല്ലോ, എങ്ങനെയോ വിറ്റ് ഒഴിപ്പിക്കാനാണല്ലോ ഇയാൾ ശ്രമിക്കുന്നത് എന്ന് ഓർത്തിട്ട് വേറെ ഒരു മീനും വാങ്ങാതെ അവരും കടന്നുപോയി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്: ഇതെന്താണ്, ഇവിടുന്ന് ആരും മീൻ വാങ്ങാനായിട്ട് വരാത്തെ, അല്ലെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് നിഷേധിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താ? അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ചു: എന്തായാലും കുഴപ്പമില്ല, എന്തായാലും എൻ്റെ സന്തോഷത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചു, ആർക്കും വേണ്ടതിനും ഇനി എന്തായാലും എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. എല്ലാവരും അപ്പുറത്തെ കടയിലാണ് പോയി വാങ്ങുന്നത് നല്ല വിലയ്ക്ക്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മീനിനെ വില കൊടുത്ത് തന്നെ കൊടുക്കാനായിട്ട്, അതായത് വില മേടിച്ച് തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു യുവാവ് വന്നു. എന്നിട്ട് റേറ്റ് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അതേ റേറ്റ് പറഞ്ഞു. അയാൾ സന്തോഷത്തോടെ മീനും വാങ്ങി അവിടെ നിന്ന് കടന്നുപോയി. അയാളിങ്ങനെ ചിന്തിച്ചു: ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ നല്ല മീൻ ആർക്കും വേണ്ട. കാശ് വാങ്ങിക്കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ, കൊണ്ടുപോയി എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അറിഞ്ഞൂടാത്ത ആളാണ്, അപ്പോൾ അദ്ദേഹം നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും. ഒന്നാമത് മീനിനൊക്കെ ഫുള്ള് ചീഞ്ഞ മീനൊക്കെ
വലിയ വിലയ്ക്കാണ് ഓരോരുത്തർ വിറ്റ് ഒഴിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നമില്ലേ എന്നെല്ലാവരും ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു വലിയ കാര്യം കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ നമുക്കിത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത് എപ്രകാരമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ അതേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെ കൊടുക്കണം? അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിലെല്ലാരും സുഖാണോ? ഓക്കെ. കോട്ടയത്ത് എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? വല്ലാത്ത മഴ ആണല്ലേ? ചെറിയ മഴയല്ല, വലിയ കാറ്റും ബഹളവും. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് മോനെ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ മോനെ. ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ജനതകളിലെ വ്യാപാരികൾ സോറിനെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനതകളിലെ വ്യാപാരികൾ സോറിനെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനതകളിലെ വ്യാപാരികൾ സോറിനെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ വ്യാപാരത്തിന്റെയും ഭൂമിയിലെ രാജാക്കന്മാരുടെ സമ്പന്നത കൊണ്ടും ഇപ്പോൾ നീ സമുദ്രത്തിൽ തകർന്ന് പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ഓക്കെ, അപ്പം സോറിന് എന്താ സംഭവിച്ചത്? സോറിന് അവളുടെ ഉയർച്ചയിൽ നിന്ന് പെട്ടെന്നൊരു താഴ്ച സംഭവിക്കുകയും നാശം സംഭവിക്കുകയും ചെയ്തു. ശരി ഉത്തരവാണ് ആന്റി. സോറിന് ഭയാനകരമായ വിനാശം സംഭവിച്ച് എന്നേക്കുമായി ഇല്ലാതായതിനാൽ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സോർ രാജാവിന്റെ ഹൃദയം നിഗളിച്ച് അവൻ പറഞ്ഞതെന്താണ്? സോർ രാജാവിന്റെ ഹൃദയം നിഗളിച്ച് അവൻ പറഞ്ഞതെന്താണ്? നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാവുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി ഉത്തരവാണ് ആന്റി. ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന്. ഓക്കെ, അപ്പം ഫസ്റ്റ് പാപമേ നിഗളനമാണ് എന്നാണ് ബൈബിൾ പറയുന്നത് അല്ലേ? ലൂസിഫർ നിഗളിച്ചു അല്ലേ, എനിക്ക് വലിയ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ ആന്റിക്ക്? ലൂസിഫർ ഞാന് ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറും, ഞാൻ അവിടെ എന്റെ ആസ്ഥാനം ശരിയാക്കുമെന്നുള്ള ആ നിഗളഭാവത്തോടെ പ്രവർത്തിച്ചപ്പോൾ തമ്പുരാന് ആ സ്ഥാനത്ത് നിന്ന് അവനെ വെട്ടി താഴേക്ക് ഇട്ടു. അതെ, ചിറകരിഞ്ഞ് താഴേക്ക് തള്ളിയല്ലേ? ലൂസിഫർ എന്ന് പറയുന്ന പ്രകാശം പരത്തുന്ന ദൂതനായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അധോഗതിയിലേക്ക് വീണു, തള്ളപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ മോനെ. ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നീ ദൈവമല്ല, വെറും മനുഷ്യനത്രയെന്ന് സോർ രാജാവിനോട് പറയുവാൻ കാരണം എന്തായിരുന്നു? നീ ദൈവമല്ല, വെറും മനുഷ്യനത്രേ എന്ന് സോർ രാജാവിനോട് പറയുവാൻ കാരണം എന്തായിരുന്നു? അവൻ ആരാണെന്ന് സ്വയം ധരിച്ചിരുന്നു? ജ്ഞാനിയാണെന്ന്. ആരെ പോലെ? ദൈവത്തെ പോലെ ജ്ഞാനിയാണെന്നും അതെ ദൈവമാണെന്നും അഹങ്കരിച്ചു. ശരി ഉത്തരവാണ് ആന്റി. അവൻ ദൈവത്തെ പോലെ ജ്ഞാനി എന്ന് ധരിച്ചു.
ഓക്കെ, അപ്പോൾ ഇനി ഒരൊറ്റ ചോദ്യം കൂടി അവശേഷിക്കുന്നുള്ളൂ. ആൻറ്റി പാട്ട് പാടാൻ പറ്റുമോ? പാടാം. പാടിക്കോ ആൻറ്റി. കർത്തനേ പകലിൽ എന്നെ നീ കാവൽ ചെയ്തീ മോദാമോ ചേർത്തണച്ചു നിൻ പാദത്തെ ആയതോർത്തടി പണിയുന്നു. ഓക്കെ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ പോലെ. ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താൻ ഏത് മനുഷ്യനേക്കാളും ജ്ഞാനിയാണെന്നാണ് സോർ രാജാവ് അവകാശപ്പെട്ടത്? ദാനിയേലിനേക്കാളും ജ്ഞാനിയാണെന്ന്. അതേ, വളരെ ശരി ഉത്തരമാണ് ആൻറ്റി, ദാനിയേലിലും. 4 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയിരിക്കുകയാണ് ആൻറ്റി. സന്തോഷമായോ? സന്തോഷം. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആൻറ്റി. ഇനി നമ്മൾ വിളിക്കണം, പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്ന സാറാമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. അപ്പോൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആൻറ്റിയുടെ എല്ലാ ക്ഷീണങ്ങളും മാറ്റി തരട്ടെ ദൈവം. ഓക്കെ, എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മീൻകാരൻ്റെ സ്റ്റോറിയാണല്ലേ. അപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ടാത്ത സാധനം എത്ര ഇരട്ടി വില കൊടുത്താലും, അല്ലെങ്കിൽ അതിനേക്കാളും 3 ഇരട്ടി വില കൊടുത്ത് വിൽക്കാൻ ശ്രമിച്ചാലും അതിനെ വാങ്ങിക്കൊണ്ട് പോവാൻ ആൾക്കാരുണ്ടായിരുന്നു. പണം കൊടുത്ത് കിട്ടാത്ത ഏറ്റവും വലിയൊരു അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ അത് തരാനായിട്ട് യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, അതിനെ ഓരോ പുരോഹിതന്മാരിലൂടെ നമ്മളിലേക്ക് ദൈവം പകരുന്നുണ്ട്. പക്ഷേ ആ പകർച്ച ഒരിക്കലും പുരോഹിതന്റെ കയ്യിൽ നിന്ന് വരുന്നതല്ല. അവരൊരു ജസ്റ്റ് ഒരു മീഡിയേറ്റർ പോലെ നിൽക്കുന്നെന്ന് ഉള്ളതല്ലാതെ അവിടെ പുരോഹിതനല്ല സ്ഥാനമുള്ളത്. അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് മാറ്റാൻ മാത്രമാണ് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം, ഒരു കടമ എന്ന് പറയുന്നത്. അതിനുപരിയായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതും വാങ്ങുന്നതും അത് യേശുവും നമ്മളും തമ്മിലുള്ള കാര്യം മാത്രമാണ്. യേശു നമുക്കാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പുരോഹിതൻ കൈവച്ചത് കൊണ്ട് മാത്രം അയാൾക്ക് പരിശുദ്ധാത്മാവ് വരില്ല. അവിടെ യേശു പ്രവർത്തിക്കുക തന്നെ വേണം. ഓക്കെ, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ആൻറ്റി, എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട് ആൻറ്റി? ഞാൻ മാത്രമേ. ഓക്കെ, തനിച്ചാണല്ലേ? ഓക്കെ, തനിച്ചിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറ്? ഞാൻ വേദപുസ്തകം വായിക്കാൻ. ആഹാ, വേദപുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. എന്തോ? ഞങ്ങളുടെ ഈ സഭയുടെ അടിസ്ഥാനത്തില് ബൈബിൾ കിട്ട് വാക്കിയെടുത്ത്. ഓക്കെ, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഫസ്റ്റ് കിട്ടിയ. ഓക്കെ, അത് നല്ല കാര്യമാണല്ലോ. അപ്പൊ ബൈബിൾ വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. തന്നെ ഇത് പ്രസംഗമൊക്കെ എഴുതും. ഓക്കെ ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. തന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും താൻ എന്ത് സമ്പാദിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്? ശരി ഉത്തരമാണ് ആന്റി, ധനം സമ്പാദിച്ചു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാ. സോർ രാജാവിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിഗളിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് എന്തുണ്ടെന്നുള്ളത് കൊണ്ടാ? ജ്ഞാനമുണ്ട്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. മറ്റുള്ളവരിപ്പോ നമ്മുടെ സമൂഹത്തിലായാലും ഓരോ ആൾക്കാരും നിഗളിക്കാനുള്ള ഈ പ്രധാന കാര്യം എന്താ? ഉന്നതനായ സമ്പാദിച്ചു
ഇതെന്റെ ഭണ്ണാരത്തിലുണ്ട്. ആ അതാണോ? എന്തോ ആന്റി? പൊന്നും വെള്ളിയും സമ്പാദിച്ചിരിക്കുന്നു. ഓക്കെ, അതെന്താണ് അവരുടെ ധനം അല്ലേ? ആ, ധനം നിമിത്തം. ഓക്കെ ധനം നിമിത്തം. അതേ. ഓക്കെ, അപ്പൊ ശരി ഉത്തരാണ് ആന്റി, ധനം നിമിത്തം. ഓക്കെ, ആന്റി പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇതിലോട്ട് വരാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആന്റി, അപ്പോൾ ബൈബിൾ ക്യൂസിനൊക്കെ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇത്രയും നാൾ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരാ? ഒരു വ്യക്തിയോ? ആ ദാവീദുണ്ട്. ഓക്കെ, ദാവീദിന് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ദാവീദ് വെറും ഒരു ആട്ടിടയനായിരുന്നു. ഉം ആടിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ രാജാവായിരുന്നു. കൊച്ചുകാര്യം ഒരു ആട്ടിടയനായിട്ട് ആട്ടിനെ മേയിച്ചു നടന്നു. ആ അവിടുന്ന് അവർക്ക് ദൈവാശ്രയം ഉണ്ടായിരുന്നുണ്ട്. കൂടുതൽ ദൈവത്തില് ഈ ആടിനെ മേയ്ക്കുമ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. അതെ, ആടിനെ മേയ്ക്കുമ്പോഴും പാട്ട് പാടുമായിരുന്നു അല്ലേ? പുതിയ പാട്ടുകളൊക്കെ എഴുതി പാടുമായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു, സങ്കീർത്തനങ്ങൾ. അതെ, അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. അതെ, വിനതനായ ശൗൽ രാജാവിന്റെ മുമ്പിൽ അവൻ ശ്രേഷ്ഠനാക്കി. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഓരോ ധാന്യവും മാനവും എല്ലാം അവന് കൊടുത്തു, ദാവീദ് കൊടുത്തു. അതെ, അതുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ്. പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഓ, സാക്ഷ്യമല്ലേ, ദൈവത്തിന്റെ സാക്ഷ്യമല്ലേ കിട്ടുകയോ? എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ഒരു സാക്ഷ്യം കിട്ടിയ മനുഷ്യനല്ലയോ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ പറ്റി അതുപോലെ സാക്ഷിക്കണം. ഓക്കെ ആന്റി, അപ്പൊ അതുകൊണ്ടാണ് ദാവീദ് രാജാവിനെ ഇത്രയും ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാ: ദൈവത്തെ പോലെ ജ്ഞാനി എന്ന് അവൻ ചിന്തിച്ചത് കൊണ്ട് യഹോവ അവനെതിരായി ചെയ്തത് എന്തെല്ലാമാണ്? അവന് അന്യജാതിക്കാരന്റെ കയ്യിലേപ്പിച്ചു കൊടുത്തു. പിന്നെ അവന്റെ കയ്യാൽ അവൻ അജിരമ്മകളെ കൊണ്ട് മരിച്ചു. ഓക്കെ ആന്റി, ഓക്കെ ആന്റി, അത് ശരി ഉത്തരമാണ്. പിന്നെ ബൈബിളിലെ ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ആൻസർ ഇതാണ്: ജനതകളിൽ ഭയങ്കരന്മാരായ അന്യജാതിക്കാരെ എതിരെ വരുത്തി. ഓക്കെ, അപ്പൊ ശരി ഉത്തരാണ്. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആന്റിയുടെ ഒരു പാട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടാവും. ഒരു പാട്ട് പാടുവോ? എനിക്ക് ഒച്ചയൊക്കെ ഇല്ല, എന്നാലും നോക്കാം. ഓക്കെ, 2 ലൈൻ പാടിക്കോ ആന്റി. ചൂള പോൽ കത്തുന്ന നാളടുത്തിലാ, ഈ ലോകം കത്തി നശിക്കും. ചൂള പോൽ കത്തുന്ന നാളടുത്തിലാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളിൽ, പാപത്തിൻ ശിക്ഷയിൽ നാളിലേ, നീ വരുമോ രക്ഷ നേരിടാൻ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേരിടാൻ യേശുവിൻ സന്നിധിയിൽ? ഭൂമി കുലുങ്ങിടും, പാറ പിളർന്നിടും, മാമലകളെല്ലാം തകർന്നിടും. അമ്പര ചുംബികൾ വീടുകളെല്ലാം തകർന്നു പതിക്കും. അമ്പര ചുംബികൾ വീടുകളെല്ലാം തകർന്നു പതിക്കും. മതിയോ? നന്നായിട്ട് പാടി ആന്റി. യേശുവിന്റെ 2ാം വരവും ലോക അവസാനത്തെ കുറിച്ചുള്ളതാണല്ലേ? അടുത്തു തീർച്ചയായിട്ടും അടുത്തു കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാരും ഒരുങ്ങിയിരിക്കണം. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാം. ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: എന്ത് ന്യായവിധിയാണ് യഹോവ സോർ രാജാവിന് കൽപ്പിച്ചത്? എന്തോ ന്യായവിധി. എന്ത് ന്യായവിധിയാണ് യഹോവ സോർ രാജാവിന് കൽപ്പിച്ചത്? ശരി ഉത്തരവാണ് ആന്റി, അന്യജാതിക്കാരുടെ കയ്യാൽ മരിക്കും. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി അല്ലേ?
ആക്കി. ഓക്കെ, വിളിച്ചതിൽ ഓക്കെ. നമ്മൾ വളരെ സന്തോഷമാണ്. ആന്റി ഇനിയും വിളിക്കണം, പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം ആന്റി. ഓക്കെ. ഓക്കെ, ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദൈവം താങ്ക് യു ആന്റി. അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ വിളിച്ചിരുന്ന ലീലാമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വചനത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓരോരുത്തർക്കും കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ദൈവം കനിഞ്ഞു തരുന്ന ഒരു വലിയ വരദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടാണോ അത് നേടുന്നത്? ഒരിക്കലുമല്ല, അല്ലേ? നമ്മൾ എന്തെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും ബലി നൽകുന്നുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടി ബലിയാടായിട്ടുള്ള യേശുവിൻ്റെ ആ രക്തത്താൽ അല്ലെങ്കിൽ ആ ഒരു കൃപയാൽ നമുക്ക് ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ്? നമുക്ക് നേരായ വഴിയിൽ നടക്കാനുള്ളൊരു മാർഗനിർദ്ദേശം തരും. മാർഗനിർദ്ദേശിനിയാണല്ലേ പരിശുദ്ധാത്മാവ്. നമ്മുടെ കാര്യസ്ഥനാണ്. ഏത് വഴിയെ പോകണം, ആരോട് മിണ്ടണം, ആരോട് സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, ഈ ഒരു കാര്യം എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ പോയിന്റിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവും, അല്ലേ? നീ ഇത് ചെയ്താൽ മതി മോനെ, അല്ലെങ്കിൽ മോളെ നീ ഇത് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ശബ്ദം വരുന്നത് നമ്മുടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചിന്താഗതിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പോൾ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തി പൂർണ്ണനായിട്ട് മാറിപ്പോവും, അല്ലേ? പക്ഷെ പഴയത് കഴിഞ്ഞു പോയി, ഇപ്പോൾ അവൻ പുതിയ മനുഷ്യനാണ്, പുതിയൊരു സൃഷ്ടിയാണ്. ഇങ്ങനൊരു പുതുമ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഭൗതികമായിട്ട് നമ്മുടെ ഇതിൽ സംഭവിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ രോഗികളെ സൗഖ്യമാക്കാനുള്ള വരമോ അല്ലെങ്കിൽ ഒരുപാട് കൃപാവരങ്ങൾ, 9 കൃപാവരങ്ങളുണ്ടല്ലേ, ഇതെല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും രോഗികളെ കാണുമ്പോഴേക്കും യേശു സൗഖ്യമാക്കിയതുപോലെ നമുക്കും സൗഖ്യമാക്കാൻ സാധിക്കും. യേശു പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. ഓക്കെ, എൻ്റെ പിതാവിൻ്റെ സഹായത്തിൽ ഇതൊക്കെയും ഞാൻ ചെയ്യുന്നു. എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ ഇതിലും വലുതായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, യേശു മരിച്ച ആളെപ്പോലും ഉയർപ്പിച്ചു, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിക്ക് അതിലും വലുത് ചെയ്യാൻ കഴിയും. എന്നാൽ അത് അയാളുടെ കഴിവാണോ? ഒരിക്കലുമല്ല. അയാളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കഴിവ് മാത്രമായിരിക്കും അത്. ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? പ്രാക്കുളത്ത് നിന്ന് റീനയാണ് മോളെ. ഓക്കെ, ആന്റി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ആഹാ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഞങ്ങൾ 5 പേരാണ്. ഞാൻ, ഭർത്താവ്, എന്റെ അച്ഛൻ, എനിക്ക് 2 മക്കള്. ഓക്കെ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. ആഹാ, ഭർത്താവ് എന്താ ചെയ്യുന്നത് ആന്റി? അത് ഫിഷറീസില്. ഓക്കെ, മക്കളൊക്കെ വലിയ കുട്ടികളാണോ? ഒരാള് നഴ്സിംഗ് പഠിക്കുന്നു, ഒരാള് +2 കഴിഞ്ഞു. ഓക്കെ, പഠിക്കാനൊക്കെ എങ്ങനെയാ, മിടുക്കരാണോ? മെഡിക്കൽ കുട്ടികളാ. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, വളരെ സന്തോഷം ആന്റി. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. വ്യാപാരി ആയിരുന്ന ആരാം ചരക്കിന് പകരം തന്നത് എന്തായിരുന്നു? മരതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രവും ശണപടവും പവിഴവും പത്മരാഗവും. ഉറപ്പാണ്? അതെ. എങ്കിലും ശരി ഉത്തരാണേ. മരതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രവും ചണപടവും പവിഴവും പത്മരാഗവും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വ്യാപാരികളായിരുന്ന യഹൂദായും ഇസ്രായേൽ ദേശവും ചരക്കിന് പകരം തന്നിരുന്നത് എന്തായിരുന്നു? അവർ മിന്നിത്തിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും. ശരി ഉത്തരവാണ് ആന്റി. മിന്നിത്തിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും. ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? അതിനു മുൻപായിട്ട് പാട്ട് പാടാറുണ്ടോ ആന്റി? പാടും. പാടിക്കോ ആന്റി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ
അന്നാളിലവൻ എന്നോട് ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു. മതിയോ? നിന്നോട് കൂടെയുണ്ട്. അതും കൂടെ പാടിയിട്ട് തരത്തോ? മതി മോളെ. ആണോ? ശരി ശരി ശരി, നന്നായിട്ട് പാടി കേട്ടോ, നല്ല വോയിസ് ആയിരുന്നു, അതാ വീണ്ടും പാടാൻ പറഞ്ഞേ. നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ മോളെ. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദമ്മേശക് വ്യാപാരി ആയിരുന്നത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളിലാണ്? ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ടായിരുന്നു. ഓക്കെ, ശരി ഉത്തരാണ്, ശരി ഉത്തരാണ്. ഓക്കെ, ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിന് മുൻപായിട്ട് ആന്റിക്ക് എന്തേലും ചിന്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ടോ? പ്രോഗ്രാമിനെ കുറിച്ചാണോ അതോ? അല്ല, ആന്റിക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ ആന്റി, ഇപ്പോ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും യേശു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വാഞ്ചിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ നേടുക എന്നുള്ളത്. അപ്പോ ഈ പരിശുദ്ധാത്മാവിനെ എപ്രകാരമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്? അത് ഈസി മെത്തേഡാണോ? ഇല്ല, ഈസി മെത്തേഡ് അല്ല. നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കണം. ഓക്കെ, അതിനെന്തെങ്കിലും പൈസ ചെലവുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അത് യേശു തരുന്ന ദാനമാണല്ലേ? ദാനമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ദാനം പ്രാപിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരുക്കം ചെയ്യേണ്ടതായിട്ടുണ്ടോ നമ്മളില്? തീർച്ചയായിട്ടും ഒരുങ്ങണം. നമ്മൾ കർത്താവിന്റെ സന്നിധിയില് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കാത്തിരുന്ന് പ്രാപിക്കണം. ഓക്കെ, അത്രത്തോളം നമ്മാൽ തന്നെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലേ യേശു നമുക്ക് കൃപയാൽ തരുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ നേടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതെ, ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? തീർച്ചയായും. ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. സോറിന്റെ നിര്യാണത്തിൽ ഭ്രമിച്ചു പോയത് ആരാണ്? ഒന്നും കൂടെ പറ മോളെ. സോറിന്റെ നിര്യാണത്തിൽ ഭ്രമിച്ചു പോയത് ആരാണ്? സമുദ്രത്തിലെ ദ്വീപുകൾ. ശരിയാണ് ആന്റി, സമുദ്രത്തിലെ ദ്വീപുകൾ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തില് ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാമോ? പറയാം. പറഞ്ഞോളൂ ആന്റി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഓക്കെ ആന്റി, അപ്പൊ നല്ലൊരു വചനമാണ്. അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇനിയും വിളിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്ന ആന്റി, സുഖം. ഞാനിതൊരു റോഡിൽ നിന്നാണ് ഈ പ്രോഗ്രാം ഇപ്പൊ ചെയ്തത്. ആണോ? ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിരുന്ന റീന ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷമുണ്ട് കേട്ടോ വിളിച്ചതിൽ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മളോടൊപ്പം ആയിരിക്കാൻ കണ്ടെത്തിയ സമയത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വചനത്തിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് യേശു നമുക്ക് തരും. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വിത്ത് പാകുമ്പോൾ തന്നെ ആ നിലമെല്ലാം ഉഴുതു മറിച്ച് നല്ല നിലവാക്കി മാറ്റിയതിന് ശേഷമാണല്ലേ വിത്ത് പാകുന്നത്. അപ്പോൾ അതുപോലെ പരിശുദ്ധാത്മാവിനെ നേടുന്നതിന് മുൻപേ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്തിൽ നമ്മെ തന്നെ കഴുകേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിനായി കാത്തിരിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.